ഇനി നമ്മൾ പോകുന്നത് ധർമ്മസ്ഥലയിലേക്കാണ്. ധർമ്മസ്ഥലയിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പരിശോധന. ധർമ്മസ്ഥല കൂട്ടക്കൊലപാതകത്തിൽ മൃതദേഹങ്ങൾ സംസ്കരിച്ചു എന്ന് പറഞ്ഞ സ്ഥലത്ത് മണ്ണ് നീക്കം ചെയ്ത പരിശോധന ഉടൻ. നിർണായക മൊഴി നൽകിയ ശുചീകരണ തൊഴിലാളിയെ സ്ഥലത്തെത്തിച്ചിട്ടുണ്ട്. 13 സ്ഥലങ്ങൾ ഇതിനോടകം അടയാളപ്പെടുത്തിയിട്ടുണ്ട്. KV ബൈജു വിവരങ്ങളുമായി. ബൈജു, രാവിലെ തന്നെ പരിശോധന തുടങ്ങുമെന്നാണ് കരുതിയിരുന്നത്. വൈകുന്നത് എന്തുകൊണ്ടാണ്? ഈ സംഘമൊക്കെ അവിടെ എത്തിക്കഴിഞ്ഞു? ശ്രീജ, ഇപ്പോൾ ധർമ്മസ്ഥലയിൽ നിർണായക മണിക്കൂറുകൾ എന്ന് പറയേണ്ടി വരും. 12 മണിക്കാണ് സംഘം എത്തിയത്. ഇപ്പോൾ പരിശോധന അത് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ദൃശ്യങ്ങളിലേക്ക് കാണാം. വ്യക്തമായി കാണാൻ സാധിക്കില്ലെങ്കിലും ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ആ കാടിനകത്താണ് ഇപ്പോൾ തെരച്ചിൽ നടക്കുന്നത്. അവിടെ മാർക്ക് 1 ഇന്നലെ ശുചീകരണ തൊഴിലാളിക്ക് എത്തിച്ച് ഇത്തരത്തിൽ നടത്തിയ ആ മാർക്ക് ചെയ്ത സ്ഥലം, 1-ാം നമ്പർ സ്ഥലം, അവിടെയാണ് ഇപ്പോൾ പരിശോധന നടക്കുന്നത്. 12 മണിക്ക് കൃത്യം എത്തിയതാണ്. 1 മണിക്കൂർ ഇപ്പോൾ പിന്നിട്ടിരിക്കുന്നു. ഏതായാലും നിർണായകമായ മണിക്കൂറുകളാണ് ഇപ്പോൾ നേത്രാവതി പുഴ ആ തീരം ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത്. 13 ഇടങ്ങളിലാണ് ഇത്തരത്തിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ 1-ാമത്തെ നമ്പറിലാണ് ഇപ്പോൾ പരിശോധന നടക്കുന്നത്. SIT ഉദ്യോഗസ്ഥരെല്ലാം തന്നെയുണ്ട്. ഒപ്പം പുറത്തുനിന്നുള്ള ഇത്തരം കുഴി എടുക്കുന്നതുമായി ബന്ധപ്പെട്ട ആളുകളുണ്ട്. ഏതായാലും നമുക്ക് കുറച്ചുകൂടി ദൃശ്യങ്ങളിലേക്ക് പോയാൽ വ്യക്തമായി നമുക്ക് ആളുകളെ കാണാൻ സാധിക്കുന്നില്ലെങ്കിലും ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ആ സ്ഥലം, അവിടെയാണ് 1-ാം നമ്പർ ഇത് അടയാളപ്പെടുത്തിയിരുന്നത്. അവിടെയാണ് ഇപ്പോൾ പരിശോധന നടക്കുന്നത്. എന്തായാലും ഇനി വരുന്ന ഓരോ മിനിറ്റും അത് നിർണായകം തന്നെയാണ്. ഇപ്പോൾ കാണുന്ന സ്ഥലത്ത് നിന്നും ഏത് സമയത്തും ഇവർ തിരിച്ചു വരാം. കാരണം 1 മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു പരിശോധന. അവിടെ മൃതദേഹം കുഴിച്ചിട്ടു എന്ന് പറയുന്ന സ്ഥലം, അതായത് ഇന്നലെ SIT അടയാളപ്പെടുത്തിയ ആദ്യത്തെ സ്ഥലമാണത്. നേത്രാവതി പുഴയുടെ തീരത്താണ് ഈ സ്ഥലമുള്ളത്. ഇതിന് സമീപത്ത് തന്നെ 2-ാം നമ്പർ സ്ഥലവും അതിന് തൊട്ടടുത്ത് തന്നെയാണ് മൃതദേഹം കുഴിച്ചിട്ടെന്ന് പറയുന്ന സ്ഥലം. ഇങ്ങനെ 13 ഇടങ്ങളിലാണ് ഇപ്പോൾ മാർക്ക് ചെയ്തിട്ടുള്ളത്. SIT സംഘം ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് ഈ 13 ഇടങ്ങളും കുഴിച്ച് പരിശോധിച്ച് മൃതദേഹങ്ങൾ ലഭിക്കുന്നുണ്ടെങ്കിൽ അതിനുശേഷം മാത്രമേ ഇനി തുടർ നീക്കങ്ങൾ ഉണ്ടാവും. അതായത് മറ്റിടങ്ങളിൽ ഇത്തരത്തിൽ മാർക്ക് ചെയ്യുന്ന സംവിധാനങ്ങളൊക്കെ അതിനുശേഷമേ ഉണ്ടാവും. ഇപ്പോൾ മാർക്കിട്ട ആ 3 സ്ഥലം, ഈ 13 സ്ഥലം, ആ 13 സ്ഥലത്തും പരിശോധന നടത്തും. ഇപ്പോൾ 1-ാം നമ്പർ സ്ഥലത്താണ് പരിശോധന നടക്കുന്നത്. ഇത് ഈ ധർമ്മസ്ഥല പാതയുടെ റോഡിന് തൊട്ട് സമീപം നേത്രാവതി പുഴയുടെ തീരത്തും അങ്ങനെയാണ് ഈ സ്ഥലം വരുന്നത്. ഇവിടെയാണ് ശുചീകരണ തൊഴിലാളി കഴിഞ്ഞ ഈ 2014 വരെ ജോലി ചെയ്തിരുന്ന സ്ഥലം. തന്നെ നിർബന്ധിപ്പിച്ച് ഇവിടെ ഈ സൂപ്പർവൈസർമാർ നിർബന്ധിപ്പിച്ച് ഇവിടെ ഇത്തരത്തിൽ മൃതദേഹങ്ങൾ കുഴിച്ചിടാൻ നിർബന്ധിക്കപ്പെട്ടു എന്നാണ് അദ്ദേഹത്തിന്റെ മൊഴിയും. ഏതായാലും ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ആ ആളുകൾ പോകുന്നത് ഇപ്പോൾ കുഴിച്ച് പരിശോധിക്കുന്ന ആ സ്ഥലത്തേക്കാണ്. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ ന്യൂസ് 8-ലൂടെ കാണുന്നത്. ഏത് സമയത്തും അവിടെ നിന്നും ഇവർ തിരിച്ച് വരാം. ഒരു പക്ഷേ ഇത് കൃത്യമായ സ്ഥലമാണ് ഇയാൾ കാട്ടിക്കൊടുത്തത്. അവിടെയാണ് പരിശോധന നടക്കുന്നത്. എന്തായാലും നിർണായകമായ മണിക്കൂറുകളിലൂടെയാണ് ഇപ്പോൾ ധർമ്മസ്ഥല കടന്നു പോകുന്നത്. ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലിൽ ആദ്യമായുള്ള കുഴിച്ച് പരിശോധനയാണ് ഇപ്പോൾ നടക്കുന്നത്. ഇവിടെ ശക്തമായ കാറ്റും അതുപോലെ തന്നെ മഴയും അനുഭവപ്പെടുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അത് ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാകും തോന്നുന്നു. അത്രത്തോളം ഇന്ന് രാവിലെ മുതലേ കാലാവസ്ഥ വളരെ പ്രതികൂലമാണ്. എന്തായാലും ഈ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലിലെ ആദ്യ പരിശോധന, അത് കുഴിച്ചുകൊണ്ടുള്ള പരിശോധന, അത് തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത്. അങ്ങനെ 13 ഇടങ്ങളിലും കുഴിച്ച് പരിശോധിച്ചതിന് ശേഷം മാത്രമേ ഇനി ഇത്തരത്തിൽ അടയാളപ്പെടുത്തൽ അല്ലെങ്കിൽ മറ്റ് എവിടെയൊക്കെ ഇത്തരത്തിൽ മൃതദേഹങ്ങൾ കുഴിച്ചിട്ടുണ്ടെന്ന കാര്യത്തിൽ ഒരു പരിശോധന ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്ന് തന്നെ ഇനി ഇവിടെ നിന്നും മൃതദേഹാവശം ലഭിക്കുമോ? അതാണ് ഏറ്റവും വലിയ ചോദ്യം. അത് തന്നെയാണ് ഇവിടെ കാത്ത് ഒരുപാട് ആളുകൾ. അവശിഷ്ടം കിട്ടിയാൽ ഈ 13 ഇടങ്ങളിൽ എവിടെ നിന്നെങ്കിലും ഒരു മൃതദേഹാവശിഷ്ടം കിട്ടിയാൽ ഇതുവരെ ഈ സംഭവത്തിൽ വെളിച്ചം വീഴാത്ത ഇടങ്ങളിലേക്കൊക്കെ ആയിരിക്കും വെളിച്ചം വീഴാൻ പോകുന്നത്. അതിനെ എങ്ങനെയാണ് ഈ ധർമ്മസ്ഥലയിലെ ഈ സാധാരണക്കാരും ഒക്കെ കാണുന്നത്? ഈ കാലാവസ്ഥ ബൈജു സൂചിപ്പിച്ചതുപോലെ നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാവുന്നുണ്ട്. ശക്തമായ കാറ്റൊക്കെ വീശുന്നുണ്ടല്ലോ. അത് ഏതെങ്കിലും തരത്തിൽ തടസ്സമാവുമോ? നിലവിൽ തടസ്സമില്ല. 12 മണിക്ക് ആരംഭിച്ച ഈ കുഴിയെടുത്തുകൊണ്ടുള്ള പരിശോധന ഇപ്പോഴും തുടരുകയാണ്. കാലാവസ്ഥ ഏതെങ്കിലും തരത്തിൽ ഇതിനെ ബാധിച്ചിട്ടില്ല എന്ന് വേണം പറയാൻ. അത് തന്നെയാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. ഏത് സമയത്തും ഈ സംഘം അവിടെ നിന്നും തിരിച്ച് ഇങ്ങോട്ടേക്ക് വരാം. ആ
കൃത്യമായ അടയാളപ്പെടുത്തിയ സ്ഥലം അത് ഇന്നലെ ആദ്യ അടയാളമായിരുന്നു. 15 മണിക്കൂറാണ് ഈ ശുചീകരണ തൊഴിലാളിയെ ഇത്തരത്തിൽ മൊഴി രേഖപ്പെടുത്തിയത്. കൃത്യമായ വിവരങ്ങൾ, ആരാണ് തന്നെ ഇത് ഏൽപ്പിച്ചത്, അത്തരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം അദ്ദേഹം മംഗളൂരുവിലെ IB ഇൻസ്പെക്ഷൻ ബംഗ്ലാവിൽ നിന്നും നൽകിയിരുന്നു. അതിനുശേഷമാണ് DGP തലത്തിലുള്ള ഒരു സംഘമാണ് ഇത് അന്വേഷിക്കുന്നത്. DGPയുമായി ആശയവിനിമയം നടത്തിയതിനു ശേഷമാണ് തീരുമാനമാകുന്നതും പിന്നീട് ഇത്തരത്തിൽ അടയാളപ്പെടുത്തുന്നതും. ഇന്ന് നിർണായകമായി കാര്യം ഇത് ഈ കുഴി എടുത്ത് പരിശോധിക്കുന്നു എന്നാണ്. ഒരുപക്ഷെ ഈ കാര്യത്തിൽ ഒരു വ്യക്തത ഉണ്ടായിരുന്നില്ല. കൂടുതൽ ഇടങ്ങളിൽ മാർക്ക് ചെയ്യുമെന്നായിരുന്നു പ്രതീക്ഷിച്ചത്. പക്ഷേ അതല്ല, കൃത്യമായ ശാസ്ത്രീയമായ തെളിവുകളോടെ വ്യക്തമായ പദ്ധതികളോടുകൂടിയാണ് ഇപ്പോൾ SIT സംഘം മുന്നോട്ട് പോകുന്നത്. എന്നാലും നിലവിൽ അവിടെ നിന്നും ആളുകൾ മടങ്ങിയിട്ടില്ല. ഒരു 20ഓളം അടങ്ങുന്ന ആളുകളാണ് അങ്ങോട്ട് പോയിട്ടുള്ളത്. അതിൽ SIT വിദഗ്ധരുണ്ട്, ഫോറൻസിക് വിദഗ്ധരുണ്ട്, ഇവിടുത്തെ ലോക്കൽ പോലീസ് ഉൾപ്പെടെയുണ്ട്. എന്നാലും ഏത് സമയത്തും അവിടെ നിന്നും ഇവർ തിരിച്ചു വരാം. ദൃശ്യങ്ങൾ കാണുന്ന പോലെ ശക്തമായ കാറ്റ് വീശുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതിപ്പോൾ നേത്രാവതി പുഴയുടെ തീരമാണ്. ഇവിടെയായിരുന്നു അദ്ദേഹം വർഷങ്ങളോളം ജോലി ചെയ്തിരുന്നത്, ഇത്തരത്തിലൊരു പ്രവൃത്തിയും ചെയ്തിരുന്നത്. ശ്രീജ. KV ബൈജു ആണ് വിവരങ്ങൾ നൽകിയത്. ഈ ദൃശ്യങ്ങളിൽ നമ്മൾ കാണുന്നത് ധർമ്മസ്ഥലയിലെ ഏറ്റവും നിർണായകമായൊരു നടപടിയാണ്. ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തൽ അനുസരിച്ച് ഇന്നലെ മാർക്ക് ചെയ്ത 13 സ്ഥലങ്ങളിൽ ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പരിശോധന നടക്കുകയാണ്. ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം, ആ ഇടങ്ങളിൽ ഏതിലെങ്കിലും നിന്നുപോലും ഒരു മൃതദേഹാവശിഷ്ടം കിട്ടിയാൽ ഈ വലിയ വെളിപ്പെടുത്തലിലേക്കായിരിക്കും വെളിച്ചം വീഴുന്നത്. എത്രയോ കാലമായി ആ മണ്ണിനടിയിൽ ഒളിച്ചിരിക്കുന്ന രഹസ്യങ്ങളിലേക്കായിരിക്കും വെളിച്ചം വീഴുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ ഏറ്റവും നിർണായകമായ ദിവസമാണ് ധർമ്മസ്ഥലയിലെ. എത്രയോ വർഷങ്ങളായി ധർമ്മസ്ഥലയിൽ ഒളിഞ്ഞുകിടക്കുന്ന രഹസ്യങ്ങളെ സംബന്ധിച്ച്, അവിടെ കാണാതായ മരിച്ച സ്ത്രീകളുടെ ആത്മാവിനെ സംബന്ധിച്ച് അത്രയേറെ കാലമായി ഒരു വിവരവുമില്ലാതെ ഒരിക്കലും പുറത്തു വരാതെ കിടന്ന രഹസ്യങ്ങളാണ് ധർമ്മസ്ഥലയിലുള്ളത്.